കേരളത്തിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്പം നിപ്പ കൊറോണ അങ്ങനത്തെ വലിയ വലിയ അസുഖങ്ങൾ വന്നപ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ടീച്ചർ നല്ല നടപടികൾ എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ IT ആണെങ്കിലും എല്ലാത്തിനെയും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ്. മൊത്തത്തിൽ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യം വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മുടെ കിട്ടിയേക്കണ ഒരു വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ ടീച്ചർ. അത് നമ്മളെ ടീച്ചർ തെളിയിച്ചാണല്ലോ. ഇപ്പോൾ വന്നപ്പോഴത്തോന്നുണ്ടെങ്കിൽ ടീച്ചർ എന്തോരം പ്രയത്നിച്ചും നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ടീച്ചറിൻ്റെ ആ കഴിവ് അന്നേരം ടീച്ചർ പ്രകടിപ്പിച്ചാണ്. പാർട്ടിയല്ല, വേറെ ഒന്നുമല്ല. ശരിയാ അല്ലേ? അതെ, ടീച്ചറാണ്. അതേപോലെ തന്നെ കൊച്ചുങ്ങളെ നോക്കുന്നുണ്ട് എല്ലാ വിധത്തിലും. അതിനെല്ലാ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യ വകുപ്പാണ്. കഴിവ് കൊണ്ടല്ല, ഭാഗ്യം കൊണ്ട് മന്ത്രിസ്ഥാനത്തെത്തിയ നേതാവാണ് വീണ ജോർജ്. ഇനിയിപ്പോ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിരുന്ന കാര്യം, വരാനുള്ളത് വന്നു. ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അറിയുമായിരുന്നില്ല. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ, അന്ന് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യ എന്ന പരിഗണന ഒക്കെ വീണ ജോർജിനെ അന്നത്തെ അതികായനായ CPM നേതാവ് പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. രണ്ടാം തവണയും വിജയിക്കുകയും മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തതോടെ വീണ ജോർജിനും ഭർത്താവിനും സ്വതസിദ്ധമായ അഹങ്കാരം വർദ്ധിച്ചു. സഭാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിനെതിരെ നിരവധി പരാതികളുണ്ടായിരുന്നു. കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? കേളിഫിക്കേഷൻ ആർക്ക് വേണം? മാധ്യമപ്രവർത്തക എന്ന മേൽവിലാസത്തിൽ രാഷ്ട്രീയക്കാരിയായ മന്ത്രിയായ വീണ മാധ്യമപ്രവർത്തകരുടെ എക്കാലത്തും പുച്ഛത്തിലായിരുന്നു. അവർ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മുമ്പ് പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ പോലും അയിത്തത്തോടെ അകറ്റി നിർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നശിച്ചുപോയത് ശൈലജ ടീച്ചർ കഷ്ടപ്പെട്ട് കെട്ടിയുയർത്തിയ കേരളത്തിന്റെ ആരോഗ്യ മേഖലയായിരുന്നു. അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നു പിടിക്കലും അല്ലേ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും? ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ പറയരുത് പ്ലീസ്.